നമസ്കാരം. CI അല്ലെങ്കിൽ സ്റ്റീലിൽ ടേണിങ്ങും ബോറിങ്ങും പരിശീലനത്തെക്കുറിച്ചുമുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യുവാനാകും: ഫേസിംഗ്, ഗ്രൂവിംഗ് ചെയ്യുന്നത് പഠിക്കുവാൻ, റീമിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത് പഠിക്കാൻ. ഈ എക്സർസൈസിന് ആവശ്യമായുള്ള ടൂളുകളും എക്യുപ്മെന്റുകളും ഇനി പറയുന്നവയാണ്: ലെയ്ത്ത്, 4-jaw chuck, chuck key, tool post key, cutting tools, vernier caliper, universal surface gauge, center drill, dia 8 mm drill bit, dia 12 mm drill bit, dia 16 mm drill bit, boring bar, reamer. ഈ എക്സർസൈസിലൂടെ ടേണിംഗ്, ബോറിംഗ് എന്നിവ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. വേർണിയർ കാലിപ്പറും സ്റ്റീൽ റൂളും ഉപയോഗിച്ച് റോ മെറ്റീരിയലുകളുടെ വലിപ്പം പരിശോധിക്കുക. ഒരു ചക്കിയുടെ സഹായത്തോടെ ഒരു ഇൻഡിപെൻഡന്റ് 4-jaw ചക്കിൽ ജോബ് മൗണ്ട് ചെയ്യുക. ചക്കിന് പുറത്ത് മാക്സിമം ലെങ്ത് നിലനിർത്തിക്കൊണ്ട് ഒരു സർഫേസ് ഗേജ് ഉപയോഗിച്ച് ജോബിന്റെ ട്രൂനെസ് പരിശോധിക്കുക. ജോബിന്റെ ഒരെൻഡ് ഫേസിംഗ് ചെയ്യുക. $145 ഡയമീറ്റർ മാക്സിമം ലെങ്തിലേക്ക് ജോബ് ടേണിംഗ് ചെയ്യുക. ഡയമീറ്റർ 125.6 mm നിന്ന് 40 mm ഫേസ് ചെയ്ത സൈഡിൽ 2.5 mm ഡെപ്തിൽ ഗ്രൂവ് ഉണ്ടാക്കുക. ഗ്രൂവ് ചെയ്യുമ്പോൾ മധ്യഭാഗത്ത് ഡയമീറ്റർ 40 mm ആയി നിലനിർത്തുക. ലെയ്ത്തിൽ നിന്ന് വർക്ക് പീസ് അൺക്ലാമ്പ് ചെയ്യുക. വർക്ക് പീസ് റിവേഴ്സ് ചെയ്ത് ജോബ് ചക്കിലേക്ക് മൗണ്ട് ചെയ്യുക. യൂണിവേഴ്സൽ സർഫേസ് ഗേജ് ഉപയോഗിച്ച് വർക്ക് പീസിന്റെ ട്രൂനെസ് പരിശോധിക്കുക. 28 mm ലെങ്ത് നിലനിർത്തുവാൻ വർക്ക് പീസ് പാർട്ട് ചെയ്ത് ഫേസിംഗ് ചെയ്യുക. ഇപ്പോൾ ജോബിന്റെ സെന്റർ കണ്ടെത്തി. സെന്റർ ഒരു പൈലറ്റ് ഹോളായി ഡ്രിൽ ചെയ്യുക. പ്രീ ഡ്രിൽ ചെയ്ത ഹോൾ 8 mm ഡയമീറ്ററിൽ ഡ്രിൽ ചെയ്ത് വലുതാക്കുക. പ്രീ ഡ്രിൽ ചെയ്ത ഹോൾ 12 mm ഡയമീറ്ററിൽ ഡ്രിൽ ചെയ്ത് വലുതാക്കുക. പ്രീ ഡ്രിൽ ചെയ്ത ഹോൾ ടൂൾ പോസ്റ്റിലേക്ക് ബോറിംഗ് ബാർ സെറ്റ് ചെയ്യുക. 16 mm ഡയമീറ്ററുള്ള ഹോൾ 26.7 mm ഡയമീറ്ററിലേക്ക് ബോർ ചെയ്ത് വലുതാക്കുക.
ഒരു വി ടൂൾ അല്ലെങ്കിൽ ചേംഫറിംഗ് ടൂൾ ഉപയോഗിച്ച് സെന്റർ ഹോളിന്റെ എഡ്ജിൽ ചേംഫർ ചെയ്യുക. ഇപ്പോൾ ഡയാമീറ്റർ 125.6 mm നിന്ന് 40 mm ഫേസ് ചെയ്ത സൈഡിൽ 2.5 mm ഡെപ്തിൽ ഗ്രൂവ് ഉണ്ടാക്കുക. വർക്ക് പീസ് റിവേഴ്സ് ചെയ്ത് ജോബ് വീണ്ടും ക്ലാമ്പ് ചെയ്യുക. യൂണിവേഴ്സൽ സർഫേസ് ഗേജ് ഉപയോഗിച്ച് വർക്ക് പീസിന്റെ ട്രൂനെസ് പരിശോധിക്കുക. ഒരു വി ടൂൾ അല്ലെങ്കിൽ ചേംഫറിംഗ് ടൂൾ ഉപയോഗിച്ച് സെന്റർ ഹോളിന്റെ എഡ്ജിൽ ചേംഫർ ചെയ്യുക. അനുയോജ്യമായ മെഷീൻ ഡ്രീമർ ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ഹോൾ 27 H7 ഡയാമീറ്ററിലേക്ക് മാറ്റുക. ബുഷും നട്ടും ഉപയോഗിച്ച് മാൻഡ്രിലിൽ ജോബ് റിമൂവ് ചെയ്ത് മൗണ്ട് ചെയ്യുക. ലെയ്ത്തിന്റെ സെന്ററുകൾക്കിടയിൽ മാൻഡ്രിൽ ഹോൾഡ് ചെയ്യുക. 140 mm ഫൈനൽ ഡയാമീറ്ററിലേക്ക് പ്ലെയിൻ ടേണിംഗ് പൂർത്തിയാക്കുക. രണ്ട് എൻഡുകളും ചേംഫർ ചെയ്യുക. വർക്ക് പീസ് അൺക്ലാമ്പ് ചെയ്ത് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് വർക്ക് പീസ് ഡീബർ ചെയ്യുക. വെർനിയർ കാലിപ്പറുകൾ ഉപയോഗിച്ച് അളവുകൾ അളക്കുകയും ഉറപ്പാക്കുകയും ചെയ്യുക. വർക്ക് പീസിൽ ഒരു നേർത്ത കോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൂടുതൽ പരിശോധനയ്ക്കായി സൂക്ഷിക്കുക. എൻഡിൽ അധികമുള്ള മെറ്റീരിയലുകൾ നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ജോബിന്റെ ഫേസ് ലെയ്ത്ത് ആക്സിസിനെ പെർപെൻഡിക്കുലർ ആക്കുന്നതിനോ ഫേസിംഗ് ഓപ്പറേഷൻ നടക്കുന്നു. മിനിമം ഓവർഹാങ്ങിൽ ടൂൾ പോസ്റ്റിലെ ശരിയായ സെന്റർ ഹൈറ്റിൽ ടൂൾ പോസ്റ്റിൽ ഹോൾഡ് ചെയ്യുക. മധ്യഭാഗത്ത് നിന്ന് ഏകദേശം 4 മുതൽ 10 mm വരെ വർക്ക് ഫേസ് ഉപയോഗിച്ച് ടൂൾ പോയിന്റിൽ സ്പർശിക്കുക. കാരേജ് ലോക്ക് ചെയ്യുക. വർക്കിന്റെ ഫേസ് കോമ്പൗണ്ട് സ്ലൈഡിലൂടെ ഏകദേശം 0.5 mm ടൂൾ ഫീഡ് ചെയ്യുക. ടൂൾ ടിപ്പ് മധ്യഭാഗം കടക്കുന്നതുവരെ ക്രോസ് സ്ലൈഡിലൂടെ ജോബിന്റെ സെന്റർ ടൂൾ ചെയ്യുക. ടൂൾ വർക്ക് നീക്കം ചെയ്യുന്നതുവരെ ക്രോസ് സ്ലൈഡ് ഉപയോഗിച്ച് ജോബിന്റെ എഡ്ജിലേക്ക് ടൂൾ ഫീഡ് ചെയ്യുക. ജോബിന്റെ ലെങ്ത് അളക്കുക. അടുത്ത എൻഡ് ആവശ്യമായ സൈസിലേക്ക് ഫേസ് ചെയ്യുന്നതിന് ജോബ് റീഫിക്സിംഗ് ചെയ്യുക. ആവശ്യമായ അളവ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതുവരെ ക്രമം ആവർത്തിക്കുക. റീക്യാപ്പ്. നമ്മൾ പഠിച്ചത് ഫേസിംഗ് ചെയ്യുവാനും ഗ്രൂവിംഗ് ചെയ്യുവാനും പഠിച്ചു. റീമിംഗ് ഓപ്പറേഷൻ പഠിച്ചു. CI അല്ലെങ്കിൽ സ്റ്റീലിൽ ടേണിങ്ങും ബോറിങ്ങും പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. അടുത്ത സെഷനിൽ കാണാം.